ചെർപ്പുളശ്ശേരിയിലെ ട്രാഫിക് പരിഷ്കരണം ബസ് ഓണേഴ്സിൻ്റെ സംഘടനയിൽപ്പെട്ട ആളുകളാണ് നമുക്കൊപ്പം ചേരുന്നത്. എനിക്ക് തോന്നുന്നു 4ാം തവണയാണ് ഈ ഒരു യോഗം വിളിക്കുന്നത്. ആ യോഗത്തിലെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം പകുതിയെങ്കിലും പ്രാവർത്തികമാകുന്നു, പിന്നീട് അത് എവിടെയോ ഫ്ലോപ്പ് ആകുന്നു. വീണ്ടും ഒരു യോഗം വിളിച്ചിരിക്കുന്നു. ആ യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ എത്രത്തോളം ആക്സെപ്റ്റബിൾ ആണ്? ആദ്യമായിട്ട് എൻ്റെ പേര് റഷീദ് എന്നാണ്. ഞാൻ ഒറ്റപ്പാലം താലൂക്ക് പ്രൈവറ്റ് ബസ് ഓണേഴ്സിൻ്റെ സംഘടന നേതാവാണ്. ഫെഡറേഷൻ്റെ സംഘടനയുടെ സെക്രട്ടറിയാണ്. ചെർപ്പുളശ്ശേരി ബസ് സ്റ്റാൻഡ് സംബന്ധമായിട്ട് ഞങ്ങൾ കുറേ കാലമായിട്ട് കാരണം ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സ്റ്റാൻഡിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ട്, അതായത് പുത്തനാൽക്കൽ ക്ഷേത്രത്തിൽ, അതെ, ഈ കാരണം ആ സ്റ്റാൻഡിൻ്റെ വലിപ്പം നിങ്ങൾക്ക് പോയി കാണാം. ആ സ്റ്റാൻഡിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാരമായിട്ടുള്ള വണ്ടികൾ മാത്രം നിർത്തിയിടാൻ പറ്റുന്നതാണ്. ഇവിടെ 500-ൽ പരം, അതായത് 250 റെഗുലർ സർവീസും ആ വണ്ടികൾ ഒരു ട്രിപ്പ് 2 ട്രിപ്പ് ആകുമ്പോൾ 500ആയി, 4 ട്രിപ്പ് 6 ട്രിപ്പുള്ള. അപ്പോൾ ഏകദേശം ആ ട്രിപ്പ് വെച്ച് നോക്കുമ്പോൾ 750-ൽ പരം സർവീസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് ഈ ചെറിയ ചെർപ്പുളശ്ശേരി എന്ന് പറയുന്ന സ്ഥലം. ഇതിലിപ്പോൾ ഏറ്റവും ഗുണകരമായിട്ടുള്ളത് നല്ല റോഡ് പണിതിട്ടുണ്ട്. അത് നമുക്ക് ഇവിടുത്തെ ഭരണസമിതിയെ അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല. വളരെ നല്ല റോഡാണ്. പക്ഷേ ആ റോഡിൻ്റെ ഒരു ഗുണവും ഇവിടെയുള്ള ജനങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളത് ഈ റോഡിലിറങ്ങി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം 4 വരിയാണ്. ഒരു 4 വരി രാത്രി 12 മണിക്ക് ശേഷം അല്ലാണ്ട് എപ്പോഴേലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. 2 വരിയിൽ ഒരു വരിയിൽ ഓട്ടോ സ്റ്റാൻഡ്, വേറെ വരിയിൽ കടകളിലേക്ക് കയറി പോകുന്ന ആൾക്കാരെ കാർ പാർക്കിങ്, അതായത് ബൈക്ക് പാർക്കിങ്. പിന്നുള്ളത് ഒരു വരി. ഈ ഒരു വരി കൂടെ ഇവിടുത്തെ സാധാരണക്കാരനായിട്ടുള്ള എവിടെയെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകണവനും അല്ലെങ്കിൽ മറ്റുള്ള അവനവൻ്റെ നിത്യജീവിതത്തിന് പോകണവനും പോരാത്തതിന് ബസ്സുകാരൻ, ഇവരൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കണം. ഇപ്പോഴും ഗുണം ഒരെണ്ണമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രദേശത്ത് ഏകദേശം അയ്യപ്പൻകാവ് മുതൽ നിങ്ങൾ പറഞ്ഞ പുതിയ ബസ് സ്റ്റാൻഡ് വരെയുള്ളത് സ്ഥലത്തേക്ക് എത്രത്തോളം പ്രാക്ടിക്കലാണ് എന്നുള്ളത് ഈ നട്ടുച്ച സമയത്ത്, ഇപ്പോൾ സമയം 1 മണിയാണ്, ഈ 1 മണിക്ക് പോലും നിങ്ങൾക്ക് അവിടെ പോയിട്ട് പരിശോധിക്കാവുന്നതാണ്. ഈ സ്ഥലത്ത് കൂടെ എങ്ങനെയാണ് ഈ വണ്ടികൾ കൊണ്ടുപോകേണ്ടത്, ഒരു സാധാരണക്കാരെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ് വണ്ടിക്കാരെ കാര്യം പോട്ടെ, അവർക്ക് ലേറ്റ് ഇട്ടാൽ ഹോൺ അടിച്ചാൽ പറയുന്നത് ഇവിടുത്തെ അനധികൃത പാർക്കിംഗ് ഒഴിവാക്കണം 100%. അതായത് നഗരസഭ ഇപ്പോൾ 4ാമത്തെ അല്ല 5ാമത്തെ പ്രാവശ്യമാണ് ട്രാഫിക് റെഗുലേറ്ററി യോഗം വിളിക്കുന്നത്. അതിൽ ഭരണസമിതിക്ക് ഇവിടുത്തെ ഒരു പ്രത്യേക നന്ദി നമ്മൾ അറിയിച്ചേ പറ്റൂ. കാരണം അവരിതിന് മാക്സിമം ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും, ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ആളെ കാര്യം വരെ നമ്മൾ കേട്ടത് ഇതിനോട് 100% സഹകരിക്കണം എന്നുള്ളതാണ്. അതിൽ നമുക്ക് എന്തായാലും അഭിമാനിക്കാം. ഭരണസമിതി എന്തായാലും ഇവിടെ പുരോഗമനം വേണം എന്നുള്ള ചിന്താഗതിക്കാരാണ്. അവർ ബലം പിടിക്കുകയല്ല, അവർ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. നമ്മളെ അവർ കേട്ടു എന്നുള്ളത് അങ്ങേയറ്റമാണ്. അതിൻ്റെ ഒരു നന്ദി ഭരണസമിതിക്കും ചെർപ്പുളശ്ശേരി CIക്കും ഒറ്റപ്പാലം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്കും നന്ദി അറിയിക്കാൻ. കൂടാതെ ഭരണസമിതി ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരാളും അംഗീകരിക്കാതിരുന്നിട്ടില്ല. അവർ നമ്മളെ ചേർത്ത് പിടിച്ചു എന്നുള്ളൊരു സന്തോഷമാണ് ഈ സമയത്ത് നമുക്ക് പങ്കുവയ്ക്കാൻ. പ്രാവർത്തികമാക്കാൻ പറ്റും ഈ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറുന്നതുമായി ബന്ധപ്പെട്ടിട്ട്? ഈ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, വാഹനങ്ങൾ നിർത്താനുള്ള പരിമിതികൾ അവിടെ ഉണ്ട്. പക്ഷേ അതിനോടനുബന്ധമായിട്ട് ഒരു ഉത്സവം നടക്കുന്ന ഒരു പറമ്പ് താൽക്കാലികമായിട്ട് ഭരണസമിതി ഏറ്റെടുത്ത് തരാമെന്ന് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വാഹനം നിർത്താനുള്ള സൗകര്യം ഉണ്ട് എങ്കിൽ ഒരു ബസ് സ്റ്റാൻഡ് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമാധാനം തരുന്നത് ഈ ബസ്സുകാർക്കായിരിക്കും. പക്ഷെ അവിടെയും കൂടി അനധികൃതമായ ഒരു പാർക്കിങ് അല്ലെങ്കിൽ അനധികൃതമായിട്ടുള്ളൊരു ഓട്ടോ സ്റ്റാൻഡ് വരരുത്. അത് മാത്രമേ ഞങ്ങൾക്ക് മുന്നിൽ വെക്കുള്ളൂ. കാരണം ഈ ട്രാഫിക് ജാം വീണ്ടും അങ്ങോട്ട് നീങ്ങരുത്. അതാണ് നമ്മുടെ അഭ്യർത്ഥന. ഈ 30-ാം തീയതി മുതൽ ഈ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നടപ്പിലാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് പൂർണ്ണമായിട്ടും സഹകരിക്കും. 30-ാം തീയതി മുതൽ എന്ന് പറയുമ്പോൾ വളരെ കുറഞ്ഞ ഒരു ദിവസങ്ങളാണുള്ളത്. പക്ഷേ നമുക്ക് വേറെ നിർവാഹമല്ല. കാരണം 1-ാം തീയതി നിലവിലിപ്പോൾ അവിടെ കുറഞ്ഞ ദിവസങ്ങളുണ്ടെങ്കിൽ പോലും അവിടെ നിലവിൽ മാറ്റം വരുത്തേണ്ട ആവശ്യങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, ഈ 30-ാം തീയതി എന്ന് പറയാൻ ഇത്ര ധൃതി വെക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് വരികയാണ്. ഈ അധ്യയന വർഷത്തിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഓട്ടമല്ല ഇനി വരാൻ പോണത്. ഇതിൽ നമ്മുടെ കൊച്ചു മക്കളുണ്ടാവും, ഒരു പ്രദേശം മുഴുവൻ അറിയാത്ത കുട്ടികളുണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവരൊക്കെ നമുക്ക് ഈ പ്രാക്ടിക്കലായിട്ട് കുറേ സ്ഥലത്തേക്ക് എത്തിക്കാണ്ട് അവരൊരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മുടെ ചെർപ്പുളശ്ശേരി നഗരസഭ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ആ തീരുമാനത്തിനോട് 100% ബസ്സുകാർ എന്നുള്ള നിലയ്ക്ക്, ഓണർമാർ എന്നുള്ള നിലയ്ക്ക് 100% അതിനോട് യോജിച്ച് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ കൂടി തീരുമാനം. ഞാൻ ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇന്ധനവില കുതിച്ചു വരികയാണ്. അപ്പോൾ ഇനി അടുത്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചാർജ് വർധനയായിരിക്കും. അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടോ? എന്താണ് ഇപ്പോൾ? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്.
ഇതിന് മറുപടി പറയേണ്ടത് ശരിക്കും ഞങ്ങളുടെ ദേശീയ നേതാക്കളാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നത് 1 രൂപയാണ്. ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഡീസൽ അടിക്കണു, ടയർ വാങ്ങിക്കണു, മറ്റുള്ള എല്ലാ ചിലവുകളും ഞങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ അറിഞ്ഞത് ഡീസലിൻ്റെ ചിലവ് മാത്രമാണ്. നിങ്ങൾ അറിയാത്ത വേറെ കുറേ സംഭവങ്ങളുണ്ട്. ഒരു ടയറിൻ്റെ റിസോളിംഗ് ചാർജ് ഇപ്പോൾ 1500 രൂപയാണ് കൂടിയിരിക്കുന്നത്. ഒരു സ്പെയർ പാർട്സിൻ്റെ പൈസ വളരെ കൂടുതലാണ്, വളരെ വളരെ കൂടുതലാണ് എല്ലാത്തിനും. ഡീസലാണെങ്കിൽ 4 തവണയായിട്ട് ഇപ്പോൾ കൂട്ടിയിരിക്കുകയാണ്. 101 രൂപയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. 104 അടുത്ത് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ബസ് ചാർജ് എന്ന് പറയുന്ന സാധനം, ഞാൻ പറഞ്ഞത് ഓർത്തോളൂ, ബസ് ചാർജ് വർധനവ് എന്ന് പറയുന്ന സാധനം ശരിയല്ല. ഒരിക്കലും ഇവിടുത്തെ ഒരു ബസ്സുകാരനും ബസ് ചാർജ് കൂട്ടണ്ട. കാരണം ബസ് ചാർജ് കൂടിക്കഴിഞ്ഞാൽ ബസ്സിൽ നിന്നും ആൾക്കാർ അകന്നു പോകും. ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് 2.5 കിലോമീറ്ററിനാണ് ഇപ്പോൾ 10 രൂപ, കഴിയുമെങ്കിൽ 1 കിലോമീറ്ററിന് 5 രൂപ ആക്കണം. ഇതെൻ്റെ വ്യക്തിപരമായ താല്പര്യമാണ്, സംഘടന അല്ല ഞാൻ പറയുന്നത്, ഒരു വ്യക്തി എന്നുള്ള നിലക്കാണ് ഞാൻ പറയുന്നത്. ഈ 1 രൂപ നമ്മൾ ഈ ബസ്സിലേക്ക് ആക്കുമ്പോൾ 1 കിലോമീറ്ററിന് 5 രൂപ വെച്ചാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബസ്സിലേക്ക് ആൾക്കാർ വരും. ആ ആൾക്കാർ കൂടണം എന്നുള്ള ആഗ്രഹമാണ്. വളരെ നല്ലൊരു സൗഹൃദ അന്തരീക്ഷത്തിൽ പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ബസ് ചാർജ് ഒരു കാരണവശാൽ കൂട്ടരുത്. എന്നാൽ ഈ 1 രൂപ പിച്ചക്കാശി എന്നുള്ളത് മാറ്റണം. കാരണം ഇപ്പോൾ ഈ പറയുന്ന നഗരസഭകൾ ബാത്റൂം കൊടുക്കുന്നുണ്ട്, ടെൻഡർ കൊടുക്കുന്നുണ്ട്. പുറത്തേക്ക് ഒന്ന് മൂത്രമൊഴിക്കാൻ പോകാൻ 5 രൂപ, ആവശ്യം രണ്ടാമത്തതാണെങ്കിൽ 10 രൂപ. ഞങ്ങൾക്ക് ഇപ്പോഴും 1 രൂപ. എല്ലാത്തൊരു ദയനീയതയാണ്. ഈ കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഞങ്ങൾക്ക് ഒരു പിടുത്തമില്ല. അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ ബസ് ഓണേഴ്സിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടു. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ ബലികേടാവുന്നത് ബസ് തൊഴിലാളികളാണ്. അവരാണ് ഇതിന്റെ ടൈമിംഗ് പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്ന സാധനം കൃത്യസമയത്ത് ബസ് അവിടെ എത്തിക്കുന്നു, ബസ് എടുക്കുന്നു. അവർ ട്രാഫിക് വന്നാലും എന്ത് വന്നാലും നിങ്ങൾ പറയുന്ന ഭാഷ എന്ന് പറയുന്നത് ചാല് കട്ടായി പോകുന്നു എന്നുള്ളതാണ്. ശരിക്കും അവരുടെയും കൂടി ഒരു തീരുമാനങ്ങൾ ചോദിച്ചിരുന്നു ഈ തീരുമാനത്തിന്. ഓക്കെ, ഇതും രണ്ടാമത്തെ ഒരു പ്രസക്തമായ ചോദ്യമാണ്. ഞങ്ങളുടെ അടുത്ത് പല ആൾക്കാർ സമീപിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ഇപ്പം അടുത്ത കാലത്ത് സമീപിക്കുന്നത് ഹോസ്പിറ്റലുകാരാണ്, ആരോഗ്യരംഗത്തുള്ളവരാണ്. ഈ ആരോഗ്യരംഗത്തുള്ളവർ സമീപിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പലവട്ടം ആലോചിച്ചിട്ട് എന്തുകൊണ്ട് ഈ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഞങ്ങളെ സമീപിക്കണമെന്ന്. അവർക്കൊരു കാഴ്ചപ്പാട് അവരുടെ പഠനത്തിൽ കിട്ടിയത് എന്താ വെച്ചാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് ബസ്സിൽ പണിയെടുക്കുന്നവരാണ്. കാരണം ഒരു രാവിലെ അവ എണീറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം ആവുന്നത് വരെ അത്രയും മാനസിക സമ്മർദ്ദങ്ങൾ കൈപ്പിടിച്ച് നടക്കുന്നവരാണ്. പ്രഷർ, ഷുഗർ, കാഴ്ച, ഇതെല്ലാം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ആ ബസ്സിൽ തൊഴിലാളിയാണ്. ചിലപ്പോൾ അവൻ്റെ ഒരു മാനസികാവസ്ഥയിൽ ചിലപ്പോൾ ആർക്കെങ്കിലും ഒന്ന് കുറച്ച് സമയം റഷായിട്ട് പെരുമാറിയിട്ടുണ്ടാവാം, ഇല്ലയെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ അവൻ്റെ കാരണം എല്ലാവരും, ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാവരും എണീക്കുന്ന സമയത്ത് എണീക്കണേക്കാട്ടിലും മുന്നേ അവൻ എണീറ്റ് അവൻ്റെ പണി തുടങ്ങുകയാണ്. എല്ലാവരും ഉറങ്ങിയതിന് ശേഷം അവൻ ഉറങ്ങുന്നുള്ളൂ. ഏതൊരു തൊഴിലാളിക്കും 8 മണിക്കൂറോ 10 മണിക്കൂറോ പണിയുള്ളപ്പോൾ 18 മണിക്കൂർ പണിയെടുക്കുന്ന തൊഴിലാളികൾ വരെ ഈ വണ്ടിയിലുണ്ട്. പാലക്കാട് നിന്ന് 4:30 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നൊരു വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടിയിൽ ഇപ്പോൾ പഴയ പോലെ ആർക്കും എടുത്തല്ല, അവൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് വരുന്നതാണ്. അവൻ 3 മണിക്ക് എണീക്കണം. 3 മണിക്ക് എണീറ്റാലാണ് 4:30 മണിക്കുള്ള വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. രാത്രി 10 മണിക്ക് ഹാൾട്ട് ചെയ്യുന്നൊരു വണ്ടി അവൻ്റെ വീട്ടിലെത്തുമ്പോൾ 12 മണിയാണ്. ഒരു പക്ഷേ ചിലപ്പോൾ അവൻ്റെ മക്കൾ വരെ ഒരു പ്രവാസിയുടെ മക്കളായിട്ടും ഭാര്യയായിട്ടും മുന്നോട്ട് പോകേണ്ട ഒരു ഗതികേടാണ് അവൻ്റെ വീട്ടിലുള്ളത്. പിന്നെ അവൻ എന്തിനാണ് ഇതിന് വരുന്നതെന്ന് വെച്ചാൽ ദിവസം വന്നു കഴിഞ്ഞാൽ ശാശ്വതമായിട്ടുള്ള ഒരു ശമ്പളം കിട്ടുന്നൊരു പണി ഇത് മാത്രമേ ഉള്ളൂ. കാരണം മറ്റുള്ള പണികൾ എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു സീസൺ വർക്കാവാം. ഒരു ടിപ്പറിൽ വന്നു കഴിഞ്ഞാൽ വേനൽക്കാലത്ത് മാത്രമേ പണിയുള്ളൂ, വർഷക്കാലത്ത് പണിയില്ല. ഇതാകുമ്പോൾ വേനൽ വർഷം എന്നും ഇല്ലാണ്ട് ഇതുകൊണ്ട് അവർ ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ മാനസികമായിട്ട് സമ്മർദ്ദം അനുഭവിക്കുന്നൊരു വ്യക്തികളുണ്ടെങ്കിൽ അവനായിരിക്കും 100% ഉറപ്പാണ്. പക്ഷേ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിമാനിക്കാൻ ഏറ്റവും ഭംഗിയായിട്ട് കഴിയുന്നത് അവൻ്റെ കുടുംബമായിരിക്കും. കാരണം അവൻ നല്ല സ്നേഹമുള്ളവനായിരിക്കും. അതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ നേരത്തെ നിങ്ങൾ വിദ്യാർത്ഥികളുടെ കാര്യം സൂചിപ്പിച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ഈ വിദ്യാർത്ഥികളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത് ഞങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഇന്നിപ്പോൾ പാലക്കാട് കളക്ടറേറ്റിലേക്ക് പോവുകയാണ്. കളക്ടർ വിളിച്ച ഒരു യോഗമുണ്ട്, സ്റ്റുഡൻറ്റ് ട്രാവലിംഗ് ഫെസിലിറ്റി. അത് കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലുള്ള സൗകര്യമാണ്. അതായത് ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ വിദ്യാർത്ഥികൾക്ക് യാത്ര ചെയ്യാനുള്ള കൺസഷൻ കാർഡ് ബസ്സിൽ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അർഹരമായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അതതിൽ നിന്ന് RTOസിൽ നിന്ന് അത് സ്വീകരിക്കണം. അപ്പോൾ നിങ്ങളൊരു ട്യൂഷൻ സെൻ്ററോ അല്ലെങ്കിൽ ഒരു പാരലൽ കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാരലൽ കോളേജിൻ്റെ അപ്ഡേറ്റ് അവിടെ ഹാജരായി കഴിഞ്ഞാൽ നിങ്ങൾ യോഗ്യരാണെങ്കിൽ നിങ്ങളുടെ എത്ര വിദ്യാർത്ഥികളുണ്ടോ അവർക്കത് കിട്ടിയിരിക്കുന്നത്.
ഇതില്ലാത്തവരാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. യഥാർത്ഥ ഒരു ബസ് പണിക്കാരനും യഥാർത്ഥത്തിലുള്ളൊരു വിദ്യാർത്ഥി ഒരിക്കലും സംഘർഷത്തിലല്ല. സംഘർഷത്തിലാവുന്നത് ഇത് കണ്ടു നിൽക്കാൻ സഹിക്കാൻ ബുദ്ധിമുട്ടുള്ളവൻ മാത്രമാണ്. ഇതിനു വേണ്ടിയിട്ട് വിദ്യാർത്ഥികളുടെ യാത്ര സുഗമമാക്കാവുന്നതിന് വേണ്ടിയിട്ട് എത്രയോ വർഷങ്ങളായിട്ട് ഈ അതത് സ്റ്റേഷനിലെ SHOമാരുടെ ഇതിൽ അതത് സ്കൂളുകൾ വിളിച്ച്, ഇപ്പോൾ ചെർപ്പളശ്ശേരി സ്റ്റേഷൻ പരിധിയിൽ എത്ര സ്കൂളുകളുണ്ടോ ആ സ്കൂളുകളിലെ അവിടുത്തെ SHO വിളിച്ച് ഒരു യോഗം വിളിച്ച്, ഇതുപോലൊരു PTA സ്റ്റുഡൻറ്റ് ബസ്സുകാർ എല്ലാവരും കൂടി ഒരു യോഗം വിളിച്ച് വളരെ സൗമ്യമായ രീതിയിൽ അതത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുൻവശത്ത് നിന്നും ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് ഇത്ര വണ്ടിയിൽ ഇത്ര കുട്ടികളെ, അത് ചിലപ്പോൾ ഇവർ 10 എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 15 കൊണ്ടുപോകാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ആ കുട്ടികളെ കയറ്റിത്തരേണ്ട ഉത്തരവാദിത്വം ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർക്കാണ്, അല്ലെങ്കിൽ ജോലിക്കാർക്കാണ്. അവരവരുടെ ജോലി ഭംഗിയായിട്ട് ചെയ്താൽ ഇത് വളരെ സൗമ്യമായ രീതിയിൽ പോകുന്നതാണ്. നമ്മുടെ മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു വണ്ടിന് വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടി അതിൽ പൊത്തിപ്പിടിച്ച് കയറും. അവൻ വണ്ടി എടുക്കുമ്പോൾ കുട്ടികൾ വീഴും, കേസ് അവിടെ വേറെ വരും. കേസ് വരുന്നേക്കാൾ കൂടുതൽ ആ കുട്ടിക്ക് ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അത് അങ്ങേയറ്റൊരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരിക്കലും അങ്ങനെ ഉണ്ടാവരുത്. അത് ഈ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ വളരെ ഭംഗിയായിട്ട് നല്ലൊരു അധ്യയന വർഷം മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ അതിയായ ആഗ്രഹം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ബസ് ഓണേഴ്സ് സംഘടനയിൽപ്പെട്ട ആളുകളായിരുന്നു. അവരെല്ലാം പറയുന്നത് ഇത്തരം കാര്യങ്ങളാണ്. കാരണം വിദ്യാർത്ഥികളെന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. നിങ്ങളുണ്ടെങ്കിലാണ് സമൂഹത്തിൻ്റെ മുന്നോട്ട് പോക്കിന് നിങ്ങളുടെ ഈ വിദ്യാലയങ്ങളിലൂടെ നിങ്ങളെ കൊണ്ടുപോകുന്ന അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സംഘർഷഭരിതമായ നിമിഷങ്ങളാണല്ലോ ഓരോ അധ്യയന വർഷത്തും പലപ്പോഴും പല ബസ്സുകളിലും പല രീതിയിലും ഉണ്ടാവാറ്. അപ്പോൾ അത്തരം സംഘർഷത്തിലേക്ക് പോവാതെ മിതമായ രീതിയിൽ അവരോട് സംസാരിച്ച് മിതമായ രീതി കാര്യങ്ങൾ കേട്ട്, കാരണം അവരും ഈ നേരത്തെ പറഞ്ഞത് രാപ്പകലോളം കഷ്ടപ്പെടുകയാണ് ഒരു കുടുംബം നോക്കാൻ വേണ്ടിയിട്ട്. നമ്മളുണ്ടാക്കുന്ന ഇത്തരം സംഘർഷങ്ങളോ കാര്യങ്ങളോ ആകുമ്പോൾ ഒരു കുടുംബമാണ് ഇല്ലാതെയാവുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഒരിക്കൽ കൂടി പറയുന്നു, ഒരു നല്ല അധ്യയന വർഷമാവട്ടെ, നല്ല രീതിയിൽ യാത്ര ചെയ്യുക, അവരെ കൂടുതൽ ഉപദ്രവിക്കാതെ വളരെ സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ക്യാമറ പേഴ്സൺ ബാദ്ഷാ നെല്ലായിക്കൊപ്പം നിഖിൽ ദേവരാജ്, വൺ ന്യൂസ്. അച്ഛൻ ഭയങ്കര ആലോചനയിലാണല്ലോ. നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ആദ്യമായിട്ട് വാങ്ങിക്കൊടുത്ത സമ്മാനമാണിത്. കാലെത്ര കഴിഞ്ഞാലും ആ ഓർമ്മകളുടെ തിളക്കത്തിന് ഒരു മാറ്റവും വരില്ല. ഇതെങ്ങനെയുണ്ട് അച്ഛാ? നീ ഇത് എവിടുന്നാ വാങ്ങിച്ചത് മോനെ? അച്ഛൻ അമ്മയ്ക്ക് ആദ്യമായി സമ്മാനം വാങ്ങി അവിടെ നിന്ന്. രഞ്ജിഷ് ഹി സഹി. സെലിബ്രേഷൻ ഓഫ് 39 ഗോൾഡൻ ഇയേഴ്സ്. ആഭരണങ്ങൾ ആഘോഷമാകട്ടെ. MA സൺസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെർപ്പളശ്ശേരി.